എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ചാണ് ചിക്കൻ വിങ്സ്. അതായത് നല്ല അടിപൊളി ചിക്കൻ്റെ വിങ്സ് എടുത്തിട്ട് എണ്ണയില്ല അല്ലല്ല ഗ്രില്ല് ചിക്കൻ്റെ വിങ്സ് ഗ്രില്ല് ചെയ്തതാണ്. അടിപൊളി നല്ല ജ്യൂസി ആയിട്ടുള്ള പീസസ് ആണ്. അത് വെച്ചാണ് നമ്മൾ ചലഞ്ച് ചെയ്തത്. ഫസ്റ്റ് ടൈമാണ് ചിക്കൻ വിങ്സ് എടുക്കുന്നത്. നമ്മൾ KFC ടൈപ്പ് അല്ല കേട്ടോ, ഇത് നമ്മളെ സാധാരണ എന്തോ ബാർബിക്യൂ ടൈപ്പുള്ള ചിക്കൻ വിങ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിരവധി മത്സരങ്ങളിൽ വാർത്ത വായിച്ചുകൊണ്ട് വാർത്തയല്ല മത്സരിച്ച വ്യക്തി എന്ന നിലയിൽ എന്താണ് പറയാൻ? ഇത് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, പക്ഷെ ചെറുതെന്ന് പറഞ്ഞാൽ ഏകദേശം ചെറിയ പീസ് കുഴപ്പമില്ല കഴിക്കാൻ. ഇത് നമ്മൾ കറക്റ്റ് നീറ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ചിക്കൻ വിങ്സ് കഴിക്കാൻ ഇച്ചിരി പാടാണ്. ആ ഒരു ടെക്നിക്ക് ഉണ്ട്. എന്താ അറിയോ അത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമല്ല. ഓ പിന്നെ ചുമ്മാ വിങ്സ് എനിക്ക് ചിക്കൻ ഇഷ്ടമാണ്. അത് തന്നെ ചിക്കൻ്റെ ഒരു പീസ് എത്ര ഉണ്ട്? ഇപ്പോഴേ പറയുകയാണ് നീറ്റ് ആയിരിക്കും കേട്ടോ. എല്ല് മാത്രമേ കാണാൻ പാടുള്ളൂ കേട്ടോ. എല്ല് മാത്രമേ കാണാൻ പാടുള്ളൂ. ഈ വിങ്സ് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാം എടുത്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. എന്തുവായാലും നമുക്ക് കറക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. കുറച്ച് പീസ്, അതായത് 15 പീസോളം ഉള്ളൂ. ആ 15 പീസും ഇലയിൽ എല്ല് മാത്രമേ കാണാം. വേണം എല്ല് തിന്നാൻ പറ്റുന്നത് തിന്നും, വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പം അടിപൊളിയായിട്ട് നല്ല എല്ല് മാത്രമായിട്ട് കഴിച്ച് വിങ്സ് കഴിക്കുന്നവരായിരിക്കും വിജയ്. സിമ്പിൾ മത്സരം കേട്ടോ. സിമ്പിൾ മത്സരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചാൻസ് കൂടിയ വ്യക്തിയാണ് പുള്ളി. അതല്ല നമ്മൾ തമാശ പറഞ്ഞല്ല, എളുപ്പമാണ്. കാരണം ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ല. നമ്മൾ പറയാം വയർ നിറയുന്നല്ലേ പറയുന്നത്. ഇത് വയർ നിറയുന്നതിന് മസാലയുണ്ട്, നല്ല ബാർബിക്യൂ ആണ്, നല്ല ടേസ്റ്റിയാണ്, ജ്യൂസിയാണ്, വളരെ വയൽ വെള്ളം ഊറും ഉറപ്പാണ്. അപ്പോൾ മോനത് വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഞാൻ മത്സരിച്ച് ഞാൻ കഴിക്കും. എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരം നല്ല അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ വിങ്സ് ആണ്. അപ്പോൾ ചിക്കൻ വിങ്സിനെ പറ്റി എന്തെങ്കിലും പറയാൻ ആർക്കല്ലോ? കോഴിയുടെ കൈയാണ് ചിറകല്ലേ വിങ്സ് എന്ന് പറയുന്നത്? കൈയാണ് ചിറക്. കയ്യിലാണ് വിങ്സ് ഉള്ളത്. എന്തായാലും കഴിച്ചാൽ നമുക്ക് എന്തായാലും അപ്പൊ നീറ്റ് ആയിരിക്കണം കേട്ടോ. ഇപ്പഴേ വീണ്ടും ഞാൻ പറയാം, നീറ്റ് ആയിരിക്കണം കേട്ടോ. എല്ലാം പീസും. പട്ടിക്കൊന്നും ഇവിടെ പരിപാടിയില്ല. പട്ടിക്ക് ഭയങ്കര വിഷയം, ഭയങ്കര വിഷയം. പരത്തെറി ആ വീട്ടുകാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പരത്തെറിയ പുറത്ത്. ഞാൻ പെരക്കാത്തിരിക്കും ഇപ്പോൾ. അതറിയാം, ഇപ്പോൾ ഒരു പട്ടി ഒരു കൊച്ചു ചേർക്കനെ കടിച്ച് ഭയങ്കര വല്ലാത്ത രീതിയിൽ ഇച്ചിരി പ്രശ്നമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പട്ടിയെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ട് കേട്ടോ. ഭയങ്കര ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്ത് വിഷയം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് ഡോഗ് ലവേഴ്സ് ക്ഷമിക്കുക. പട്ടിക്ക് തീറ്റ കൊടുത്താൽ തെറി ഉറപ്പാണ്. എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ചിക്കൻ വിങ്സ് ഈറ്റിംഗ് ചലഞ്ച് നമുക്ക് കാണാം. പോയല്ലോ, പോവാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. ചിക്കൻ വിങ്സ് ആണ്, ജ്യൂസി ഇല്ലേ? ഇത് ലെഗ് പീസ് ആണല്ലോ. ഇടക്കിട്ടിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല, സംഭവമാണ് കേട്ടോ. ഇപ്പി സ്ട്രാറ്റജി മോനെ, ജയിക്കാൻ പറ്റുന്ന അവസരം ഇത് നമ്മൾ കളയല്ലേ. നമ്മുടെ ആ പദവി മാറ്റണം, നമുക്ക് ഇവർക്ക് കൊടുക്കണം അത് കേട്ടോ. അതല്ല മറ്റേ ലൊട്ടപ്പദവി. 16 പീസുകൾ, 16 ചിക്കൻ വിങ്സുകൾ. എന്ത് രസമാണ് കാണാൻ അല്ലേ? ടേസ്റ്റ് കണ്ടോ? നോക്കി ഞാൻ കണ്ടിട്ട് കഴിക്കുന്നത്. നീ എന്നോടേക്ക് പറയാ. നീ അയ്യാ അവിടെ മയനസി വേണം കണ്ടോ, മുക്കി എടുക്കണം അങ്ങോട്ട്. ഓ സംഭവം സെറ്റാണ്. മൈനസ് മാത്രം. അപ്പൊ നമ്മുടെ വാശിയേറിയ മത്സരം തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരായിട്ട് പോയി നോക്കാം. നമുക്ക് ഓ ബീബി, എത്ര ഇല്ലുകൾ. തെറിച്ചു പോയത് ബീബി കുറെ എല്ലാം ഉണ്ട്. ഇനി ബാക്കി ഏകദേശം 3, 6, 2, 8, 9 പീസ് മാത്രം. 9 പീസ് മാത്രം ബീബിക്ക്. 9 പീസ്. നന്ദോളിയൻ ഏകദേശം 3, 6, 9 പീസ് ഒപ്പത്തിനൊപ്പം. നന്ദോളിയൻ നീറ്റാണ്, ക്ലീൻ ആണ്. അവിടെ ഇച്ചിരി എല്ല് കൂട്ടുണ്ടല്ലോ.
വിങ്സ് അല്ലല്ലേ? ഓക്കെ. നിതിനളിയൻ ഇവിടെ ഉണ്ട്. എല്ലുകൾ കൊള്ളാം, നൈസാണ് എല്ല് കാണാൻ. എത്ര 3, 6, 9, 10, 11. ഇപ്പി റീലോഡഡ്. ഇപ്പി ഏകദേശം ഇത് പുള്ളി പാത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കട്ടെ എത്ര ഉണ്ട്. 3, 6, 8 പീസ് മാത്രം. പകുതി കഴിച്ചിരിക്കുകയാണ്, പകുതി. ഓ, ഇപ്പി ലീഡ് ചെയ്തു. എന്റെ ദൈവമേ, ഇപ്പി ലീഡ് ചെയ്തു. നമ്മുടെ ഇപ്പി ലീഡ് ചെയ്ത് 8 പീസ് കഴിച്ച് പകുതി കഴിച്ചിരിക്കണം, പകുതി. വെള്ളം കുട്ടി മൈനസ് നക്കി നമ്മുടെ പി വി കഴിക്കുന്നു. ഓ, ഇത് കണ്ട് പ്രത്യേക സെറ്റപ്പിലുണ്ട്. പുള്ളി രണ്ടും കൽപ്പിച്ചാ മോനെ കേട്ടോ. സൈഡിൽ ഒതുക്കി വെച്ചിരിക്കണം, ഒതുക്കി സംഭവം സെറ്റപ്പായിട്ട് സൈഡിൽ ഒതുക്കി വെച്ചിരിക്കണം നമ്മുടെ ഇപ്പി. ഇതപ്പം നന്ദോളിയൻ 6.5 പീസ് മാത്രം. 6.5 പീസ് മാത്രമേ ഉള്ളൂ. 6.5 പീസ് മാത്രമേ ഉള്ളൂ. ഒപ്പത്തിനൊപ്പമാണ് നമ്മുടെ ബിബിക്കും 6 ഇല്ല, 5.5 പീസ് മാത്രം. ബിബിക്ക് 5.5 പീസ്. 5.5 പീസ് മാത്രമേ ഉള്ളൂ ബിബിക്ക്. 5.5 പീസ്. പക്ഷെ എല്ലിനിടയിൽ എല്ലാം കഴിക്കണം കേട്ടോ. 3, 6. പക്ഷെ എന്നാലും നിങ്ങളെ സമ്മതിക്കണം, പല്ലേ കമ്പ്യൂട്ടർ ഇത്രയും കഴിച്ചില്ലേ? മനസ്സിലായി. കൊള്ളാം. എന്നാലും ഗംഭീരമായിട്ട് മത്സരിക്കുന്നു മോനെ. നോക്കി നിൽക്കാതെ കഴിക്കണം കൂട്ടാ. നോട്ടം വേണ്ട, നമുക്ക് കഴിപ്പ്. ഇതുപോലെയാണ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് മെഷീനിൽ എടുക്കുന്നു. ഇവിടെ നിന്ന് സംഭവം എടുക്കുന്നു, മെഷീനിലോട്ട് കയറ്റുന്നു. ഇവിടെ ഉണ്ട് മെഷീനിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നു അല്ലേ? മോനെ ഇതോ ബിബി 4 പീസ് മാത്രം. 4 പീസ്. നന്ദുവളിയൻ 4.5 പീസ്. മെഷീനല്ല, ഇത് ആണ്. ചെറിയനാടിന്റെ അഭിമാനം. മീശയൊക്കെ പഠിച്ചു വന്നിട്ട് താടിയൊക്കെ പഠിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് പറയാൻ പറഞ്ഞു, സത്യം പറഞ്ഞ എല്ലാവരും ചോദിക്കും, അയ്യോ ഏട്ടൻ താടി പഠിച്ചല്ലോ. വിജയിക്കാനാണ് താടി പഠിച്ചല്ലേ? വിജയത്തിലേക്കുള്ള വഴിയാണ് നമ്മുടെ യുടെ താടിയെടുപ്പ്. അതന്നെ. അപ്പോൾ ഇതിപ്പോൾ നന്ദുവളിയും തൊട്ട് പറയുന്നുണ്ട് 3 പീസ്. നീറ്റായിരിക്കണം കേട്ടോ. ഇതുപോലെ പക്കയായിരിക്കണം. എന്താ മെഷീൻ എന്താ കൊള്ളാം. 5 പീസേ ഉള്ളൂ. പെട്ടെന്ന് മോനെ അത് വലിച്ചെടുക്കും. മോനെ അത് ജസ്റ്റ് വലിച്ചാൽ മതി. വരും 2 യൂസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. സ്പൈസി ആണല്ലേ? സ്പൈസി ആണ്, ജ്യൂസിയാണ്, ബാർബിക്യൂ സോസ് ഒക്കെ വെച്ച് സെറ്റപ്പ് ആണല്ലേ സംഭവം. ടേസ്റ്റ് കൊണ്ട് അതെ സംഭവം. നമ്മളിതുവരെ പറയുന്നില്ല, സാധനം മേടിച്ച് നമ്മൾ പറയത്തില്ല. പക്ഷേ ഇത് സ്മോക്കി ഷാക്കിന്ന് കേട്ടോ, പരസ്യമൊന്നുമല്ല, സംഭവം ഗ്രില്ലാണ് കേട്ടോ. അപ്പം ഇവിടെ ഓരോ സൈഡിൽ ഓരോ സ്ട്രാറ്റജി ആണ് ഓരോരുത്തർക്കും. ഇതിപ്പോ നന്ദുവളി 2 പീസ് മാത്രം. ഒപ്പത്തിനൊപ്പം ബിബിക്ക് 1 പീസ്, നന്ദുവളി 1 പീസ്. ഒപ്പത്തിനൊപ്പം ബീബി കഴിക്കുന്നു. ഒറ്റപ്പിടിക്ക് ബീബി ഇല്ല, നന്ദുവളി പിടിക്കുന്നു. അതാണ് ഞെരുടിയാലേ വരത്തുള്ളൂ. ഞെരുടിയാലേ പീസ് ഇറങ്ങി വരത്തുള്ളൂ. നന്ദുവളിയാ ആരായിരിക്കും വിജയ്? ഒപ്പത്തിനൊപ്പമാണ്. 2 പേരും വാശിയേറിയ മത്സരം. ഇറക്കണം. ശകലം പീസ്. ഒറ്റപ്പിടി. ആരായിരിക്കും വിജയ്? ബീബിക്ക് തിന്നു. എല്ല് വല്ലം കയറിയാണോ തൊണ്ടയ്ക്ക്? എന്താ കുഴപ്പമില്ല. ഇറക്കണം. വാ വിളിച്ച് ഇറക്കണം. പട്ടി വന്നിട്ടാണ് പറയും വിഷയമായിരിക്കും. ഇന്ന് ചിക്കൻ്റെ എല്ല് മാത്രമാണ് നോക്കുന്നത്. എല്ല് മാത്രം. ഇതിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല കഴിഞ്ഞോ? ഇച്ചിരി വായിലുണ്ട്. മണ്ട പുള്ളിക്കരുത്. പുള്ളി കടിച്ചെടുത്ത് ആ വിഷയം. നീ ഇളക്കിയെടുത്ത് മനസ്സിലായി. പക്ഷെ കടിച്ചെടുത്ത്. അപ്പൊ കടിച്ചെടുക്കുമ്പോ കുറച്ച് കാണും. അതെ മനസ്സിലായി. എന്താ പോലെ ഞാൻ ബില്ലെടുക്കട്ടെ മോനെ? ബില്ലെടുക്കട്ടെ ചെയ്തിട്ട്? 4 പീസ് ഉണ്ട്. ശരിയാണല്ലോ. വല്ല കമ്പി ഇട്ടിട്ട് അവൻ ജയിച്ചിട്ടാ. നാണക്കെടുത്തിടാ തീയറ്റ്. സ്ട്രാറ്റജിയാണ് എല്ലാവർക്കും സ്ട്രാറ്റജി. ഇതിപ്പം ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ കേട്ടോ. ഇതാണ് പിബിയുടെ ഇലയുടെ അവസ്ഥ, നന്ദോളിന്റെ ഇലയുടെ അവസ്ഥ ഇതാണ്, നിതിന്റെ ഇലയുടെ അവസ്ഥ ഇതാണ്. 2 പീസ് ഉണ്ട്. തൊട്ടില്ലായിരുന്നു അല്ലേ? താങ്ക് യു. നമ്മുടെ അണ്ണന് അണ്ണാ ഇത് 3 വീട്ടിൽ കൊണ്ടുപോയാലോ? ചോറിൻ്റെ കൂടെ വൈകിട്ട് ചോറിൻ്റെ ഇല്ലേ? വീണ്ടും നമ്മളെ നന്ദോളിയും ജയിച്ച് വെച്ചിരിക്കുകയാണ്. ഇവനെ മാറ്റണം കേട്ടോ. നമ്മുടെ ടീമിന് മാറ്റണം. മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടീം. ഇത് നമ്മുടെ PB കുറെ പ്രയത്നിച്ചു കേട്ടോ. പുള്ളി എരിവ് സ്പൈസി കാരണം ബാർബിക്യൂ സോസ് ചോദിച്ചാണ്. അതുകൊണ്ട് ചക്കല സ്പൈസി 2 ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞത് പക്ഷെ കാണാൻ ഭംഗി ഇതാട്ടോ.
നല്ല ജ്യൂസി ആയിട്ടുള്ള ഐറ്റം അല്ലേ എങ്ങനെയുണ്ട് സംഭവം വീണ്ടും 4-ാം സാധനം സൂപ്പർ 4-ാമതായി കഴിക്കാൻ സൂപ്പർ ആകട്ടോ അല്ല ഒരു രക്ഷയുടെ ടേസ്റ്റ് ആയിരുന്നു. പരസ്യമല്ല കേട്ടോ പരസ്യമല്ല നമ്മള് റിയലിസ്റ്റിക്. പൈസ കൊടുത്ത് മേടിച്ചാണ് ഇരിക്കുന്നു. അപ്പം എന്താ ബീബി ഷേവ് ചെയ്ത് പറഞ്ഞില്ല മൊത്തം ഇവിടെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ എരിച്ചോണ്ടിരിക്കുക. ഇതെന്താ രംഗണ്ണാണ് രംഗണ്ണ അതിന്റെ റീലല്ലോ ഇല്ല ഇല്ല ഇല്ല. എന്താ പറയാനുള്ള ഈ നമ്മുടെ മികച്ച മത്സരത്തെ പറ്റി അവസാനം വരെ പോരാടി ചെറുതായിട്ടൊന്ന് ഞങ്ങളായിരുന്നെങ്കിലും ഞാനും കേടിയും നീയും ഇത്രയും ഞാൻ ജയിച്ചേനെ. ഉറപ്പായിട്ടും ജയിച്ചേനെ. ഇത്രയും ഞാൻ അല്ല കേടി ചിലപ്പം ജയിക്കും ഉണ്ടല്ലോ ഞാൻ സത്യം പറയാൻ കഴിക്കാൻ വേണ്ടി വന്ന ഇന്ന് ഞങ്ങൾ ലൊട്ടകളുടെ മത്സരം ചെയ്യാൻ വന്നതാ പക്ഷെ കേടികളെ ഇല്ലായിരുന്നു അല്ലെ ഞാൻ അവിടെ കയറി ടീം അങ്ങ് മാറ്റി വേണ്ടി പെട്ടെന്ന് അല്ലെങ്കിൽ ഞാൻ കയറി ഉറപ്പായിരുന്നു എന്താ ഇതിന്റെ കാരണം പറഞ്ഞില്ല എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് വേണ്ടിട്ട് ഷേവ് ചെയ്തോ ആണോ ഇന്റർവ്യൂ കിട്ടിയ ഇല്ല ഇന്റർവ്യൂ കിട്ടി അണ്ണൻ 3G എല്ലാം കൊണ്ടു നിങ്ങളെ വല്ല കമ്പ്യൂട്ടർ ഇട്ട് ഇത്ര കഴിച്ചു 3-ാം സ്ഥാനം കിട്ടിയോ ഇവനെ പൊട്ടിച്ച് ഇവനെ സ്ലോയ ലാസ്റ്റ് നോയിക്കൊണ്ടിരിക്കും അല്ല ഒരാള് ജയിച്ചെന്ന് അറിയുമ്പോ നോയിക്കൊണ്ടിരിക്കും അവര് കഴിക്കാനുള്ളത് അപ്പം ചിക്കൻ വിങ്സ് ആയിരുന്നു നല്ല അടിപൊളി 15 എത്ര നമ്മൾ 16 വെച്ചു കുഴപ്പമില്ല 16 നമ്മള് കഴിച്ചു നീറ്റായിട്ട് കഴിച്ചില്ലേ എല്ലാവരും കഴിച്ചില്ലേ എല്ലാവരും നീറ്റായിട്ട് കഴിച്ചു കൊള്ളാം സംഭവം അടിപൊളിയായിരുന്നില്ലേ സൂപ്പറായി വിങ്സ് അടിപൊളിയാണ് നമുക്ക് എനിക്ക് എല്ലായിടത്തും നമ്മൾ കഴിച്ചിട്ടില്ലേ സാധനല്ലേ അങ്ങനെ കഴിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വിങ്സ് കഴിക്കാറില്ല. എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. കൊള്ളാം ഒരു ടേസ്റ്റ് ഉണ്ട് എല്ലായിടത്തും നിങ്ങൾ മിക്ക കടയിലും കിട്ടുമായിരിക്കും നമുക്കറിയത്തില്ല കിട്ടുന്ന കടയിലൊക്കെ നോക്കുക ടേസ്റ്റ് ചെയ്യുക ഗ്രില്ലാണ് ക്രിസ്പി നമ്മൾ KFC കഴിക്കും സ്ഥിരമായിട്ട് നമ്മളല്ലേ ഇതല്ല ജ്യൂസി അല്ല ജ്യൂസി അല്ല അത് ക്രിസ്പിയാണ് ഡ്രൈ അത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കേടിയാലില്ലായിരുന്നു നമ്മൾ റാവുത്തർ വരുന്നുണ്ട് റാവുത്തറുമായിട്ടുള്ള ഗംഭീര മത്സരം അടുത്ത ക്യാഷ് പ്രൈസ് പക്ഷെ ആദ്യത്തെ വീഡിയോയിൽ അവൻ ഇച്ചിരി സ്ലോ ആയിരിക്കും. ക്യാഷ് പ്രൈസ് വെച്ചുള്ള മത്സരമാണ് അമ്മ ജയിച്ചിരിക്കും എന്നാ ഞാൻ ജയിക്കും. നീയോ ഇല്ല എന്നാലും ഞാൻ കഴിക്കും. ക്യാഷ് പ്രൈസ് അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട്